അപ്പോൾ നമ്മൾ ഹൈക്രോസ് GX വരെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടൊരു ഫൈനൽ ലുക്കാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിനകത്ത് നമ്മൾ കുറേ അധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്കിൻ്റെ എക്സ്പെൻസ് ഫസ്റ്റ് പറഞ്ഞാൽ 5 lakhs ആണ് കേട്ടോ ഈ ചെയ്തിരിക്കുന്ന വർക്കിൻ്റെ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്താ നമ്മളൊരു ആൽഫ്ര ടൈപ്പ് ഹെഡ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് DRL അതിനകത്ത് തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്. പോരാത്തന്നെ നമ്മളൊരു നോർമൽ DRL ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു DRL നമുക്ക് മെട്രിക്സ് ഇൻഡിക്കേറ്ററും സ്കാനിങ് ഫംഗ്ഷനോടെയാണ് വരുന്നത്. പോരാത്തന്നെ നമ്മൾ DRLൻ്റെ ഈ വെസൽ കാര്യങ്ങൾ ഗ്ലോസി ബ്ലാക്കിലോട്ട് ആഡ് ചെയ്തു. പിന്നെ നമ്മളൊരു ട്രൈ കളർ ഫോഗ് ലാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ GPN എന്നുള്ള ബ്രാൻഡിയാണ്, 1 year വാറണ്ടി വരുന്ന പ്രോഡക്റ്റാണ്. പോരാത്തന്നെ നമ്മൾ ഈ അടിയിൽ വരുന്ന പീസുകളെല്ലാം മാറ്റ് ഫിനിഷ് ആയിരുന്നു. അതിനെല്ലാം നമ്മൾ ആ ഒരു ബോഡി കളറിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പോൾ ഈ ഒരു ഗ്രില്ലിൻ്റെ ലെറ്റർ കാര്യങ്ങളൊക്കെ റെഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് സാധാരണ നമ്മൾ ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനുള്ള പതിവ്. പക്ഷേ ഈ കസ്റ്റമർ പറഞ്ഞു ഇതിൻ്റെ സ്റ്റോക്ക് വന്നിരിക്കുന്ന ആ ഒരു സെയിം കളർ മതി എന്ന് പറഞ്ഞു. അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തൊരു ഗ്രില്ലേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഞാൻ അതൊന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആ ഗ്രില്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഫോഗ് ലാമ്പിൻ്റെ കൂടെയാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഒരുപാട് കസ്റ്റമർ നമ്മളോട് ഇങ്ങനെ പരാതി പറയുന്നുണ്ട് നമുക്ക് പെനാൽറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗ്രില്ലേറ്റിന് ഡേ ടൈമിൽ. അപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഗ്രില്ലേറ്റ് നേരെ ഫോഗ് ലാമ്പിലോട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ആ മെഷീനുള്ളിലായിട്ട് നമ്മളൊരു മെഷ് ഗ്രില്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അകത്തുള്ള ഗ്യാപ്പ് കാര്യങ്ങളൊന്നും അറിയാതിരിക്കാനാട്ടോ മെഷ് ഗ്രില്ല് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ നമുക്ക് ഷോറൂമിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ സ്റ്റോപ്പിലേക്കാണ് വന്നത്. ആഹപ്പാടറ്റ് 50 കിലോമീറ്ററാണ് ഈ ഒരു വെഹിക്കിൾ ഓടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരാൻ നേരത്ത് MTech ബ്രാൻഡിൻ്റെ ഫുഡ് സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല മഴയാണ്. പോരാത്ത നമ്മൾ കാലിബ്രേഷനായിട്ട് വന്നതാണ്. വണ്ടി വീഡിയോസ് എടുക്കാൻ വേണ്ടി വന്നതല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 360 ചെയ്തിട്ടുണ്ട്. 360യുടെ കാലിബ്രേഷന് വേണ്ടി വന്നതാണ് കേട്ടോ. ഈ വെഹിക്കിളിനകത്ത് നമുക്ക് 360 ഇൻക്ലൂഡിങ് വരുന്നതാണ്. ആ TDSും കാര്യങ്ങളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിററിൻ്റെ ഈ ഒരു പോർഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്ലോസി ഫിനിഷിലോട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. മിറർ ആഡ് ചെയ്താൽ തന്നെ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്യാപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് റീപ്ലേസ്മെൻ്റ് ആയിരിക്കും വരുന്നത്. പോരാത്തതിന് ഇതിനകത്തൊരു ഡോർ റൈസർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി കസ്റ്റമർ ഷോറൂമിൽ നിന്ന് എടുത്ത് അവിടെ നിന്ന് ആഡ് ചെയ്തൊരു പ്രോഡക്റ്റാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വെച്ചാൽ ഒരു ഡോർ ഹാൻഡിൽ ക്രോം മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ 6 വർഷം വാറണ്ടി വരുന്ന നമ്മൾ ഗാർവെയർ ബ്രാൻഡിൻ്റെ പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിം PPF നമ്മൾ ഈ ഒരു വെഹിക്കിളിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൂളിംഗ് ഫിലിമിൻ്റെ സൈഡിലൊക്കെ നമ്മൾ സെറാമിക് ഷീൽഡാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതൊരു 3 years വാറണ്ടി വരുന്ന പ്രോഡക്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് നമ്മൾ അടുത്ത പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ഒരു മെറ്റൽ റൂഫ് റൈലാണ്. ഇത് അലൂമിനിയം റൂഫ് റൈലാണ്. നല്ല ഹെവി സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സ്റ്റിക്കിങ് പരിപാടി കണക്ക് ഉള്ള സംഭവമല്ല. ഇത് തികച്ചും ക്ലാമ്പിനകത്തൊന്ന് ലോക്കാവുന്നതാണ്. അതുകൊണ്ട് ഇത് സ്റ്റിക്കിങ് വിട്ടു പോകുന്ന ഇളകി പോകുന്ന അങ്ങനെ ഒരു പേടിയ കാര്യങ്ങളൊന്നും ആർക്കും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വരാൻ നേരത്ത് ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെയിലൈറ്റ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ടെയിലൈറ്റ് വരുന്നത് ലെക്സസ് ടെയിലാമ്പാണ്. അപ്പോൾ ലെക്സസ് ടെയിലാകുമ്പോൾ നമ്മൾ സ്മോക്കാണ് എടുത്തിരിക്കുന്നത്. പോരാത്തതിന് നമ്മൾ ഈ ഒരു സ്പോയിലറിൻ്റെ ഇവിടുത്തെ പീസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിനകത്ത് വരുന്നത് ഒരു മാറ്റ് ഫിനിഷാണ്. അതെല്ലാം നമ്മൾ ഗ്ലോസി ബ്ലാക്കിലോട്ട് ആഡ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഡിക്കി അപ്പർ ലൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്ലോസി ബ്ലാക്കിലോട്ട് ആഡ് ചെയ്തു. പോരാത്തതിന് 5 പീസാണ് നമ്മൾ ലെക്സസ് വന്നിരിക്കുന്നത്. പിന്നെ ലെക്സസ് നമുക്ക് 3 പീസും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ബമ്പർ കാര്യങ്ങളെല്ലാം ഫുള്ള് ബോഡി കളറോട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ റിഫ്ലക്ടർ LED നമ്മൾ സ്മോക്കാണ് കേട്ടോ ഈ ഒരു വെഹിക്കിളിനകത്ത് എടുത്തിരിക്കുന്നത്. കാര്യം ഇതിനകത്ത് ആഹപ്പാടൊരു റെഡ് പോർഷൻ എന്നുള്ളത് നമ്മൾ ആ ലെറ്റർ മാത്രമാണ്. പിന്നെ നമ്മൾ ചെയ്തത് ഹെവി ക്വാളിറ്റിയിലുള്ള നമ്മളെ പ്രോമാൻ ബൈക്ക് പ്രൊട്ടക്ടറാണ്. ഹെവി സാധനം എന്ന് വെച്ചാൽ ഹെവി സാധനം കണ്ടോ, ഇത്രയും ഹെവിയാണ്. 2 പേർക്ക് ഇതിനകത്ത് സുഖമായിട്ട് കയറിയിരിക്കുക. യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല. കിടിലം ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ പ്രോമാൻ്റെ ഈ ഒരു ബൈക്ക് പ്രൊട്ടക്ടർ എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സീറ്റ് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സീറ്റ് വർക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സീറ്റിൻ്റെ ആ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോക്ക് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഓയിൽ ഫിറ്റ്മെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ചെയ്തിരിക്കുന്ന വർക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളിതിനകത്ത് 2 layer ഡാമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്കാമിച്ചി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 2 layer ഡാമ്പിങ്. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് JLOD വരെ C1 സീരീസിൽ വരുന്ന 2 കോമ്പോണൻറ്റ് സെറ്റാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വെഹിക്കിളിന്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ മാറ്റ് കാര്യങ്ങളും ഇട്ടില്ല, ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കാനുണ്ട്. കാരണം വണ്ടി നാളെ നമുക്ക് ഡെലിവറിയാണ്. പിന്നെ നമ്മൾ ഫുൾ റാപ്പ് സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ. പിന്നെ നമ്മളെ സ്ഥിരം ഐറ്റം തന്നെയാണ് നമ്മളെ 360 ഹൈക്രോസ് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതെല്ലാം നമ്മളവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 360യുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇഷ്ടംപോലെ വീഡിയോസ് ഓൾറെഡി നമ്മൾ 360 ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞ് വലുതായിട്ട് കുഴപ്പിക്കുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സീറ്റിൻ്റെ ഒരു ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ ഇത്രയും ക്വാളിറ്റിയാണ് സീറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റ് ഓയിൽ ഫിറ്റ്മെൻറ്റാണ്. പോരാത്തതിന് ഫ്രണ്ടിൽ 2 നമ്മൾ തൈ സപ്പോർട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സീറ്റിൽ നമ്മൾ തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു സീറ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുൾ റാപ്പ് സ്റ്റിയറിങ്. പോരാത്തതിന് ഈ വണ്ടി GX ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡോർ പാഡ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. ആ ഒരു കളർ വേണ്ടി മാച്ച് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെയിം കളർ സീറ്റ് കവറും നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈക്രോസിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക് ഇത്രയാണ്. അപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും കാണാം. ബൈ.